പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ DS-530 എന്ന സ്കാനറിൽ എങ്ങനെ സ്കാൻ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സന്റെ DS-530 എന്ന സ്കാനർ എങ്ങനെ സ്കാൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കാനുള്ളത്. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് വെക്കേണ്ട ട്രേ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി പിക്കപ്പ് ചെയ്യേണ്ട ട്രേ ആണ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിലത് വിഡ്ത്തും ലെങ്ത്തും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്കാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഷോർട്ട് കീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ബട്ടനാണ്. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്ത് വരുന്നതാണ്. നമ്മൾ ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ഏതാണോ അത് ഇതേപോലെ നിങ്ങൾ ട്രേയിലേക്ക് വെക്കണം. ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അതേപോലെ വൈറ്റ്നർ കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ വെക്കാൻ പാടുള്ളൂ. സ്റ്റാപ്ലർ പിന്ന് വല്ലതുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുകയും വേണം. എന്നിട്ട് നിങ്ങൾ താഴെ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്കാൻ ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ അത് സേവ് ആവുന്നതാണ്. പക്ഷേ സിസ്റ്റത്തിന് മതിയായ സ്പീഡ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായി വർക്ക് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ ഒരു സ്കാനിങ് ടൂൾ ഉണ്ട്. ആ സ്കാനിങ് ടൂൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെയും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. അതിന് നമ്മളിവിടെ വിൻഡോ കീ പ്രസ് ചെയ്തതിന് താഴോട്ട് വരുന്ന സമയത്ത് എപ്സൻ്റെ ഫോൾഡർ കാണാൻ സാധിക്കും. അതിൽ എപ്സൺ സ്കാൻ ടു പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ സ്കാനിങ്ങിന് ഉപയോഗിക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കാണാൻ ഇവിടെ സാധിക്കും. നോർമൽ എല്ലാ എപ്സൻ്റെ സ്കാനറിനും വരുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ് ഇത്. ഇവിടെ ആദ്യം നിങ്ങൾക്ക് കാണാൻ ഡോക്യുമെൻ്റ് സോഴ്സ് അത് ADF വഴി തന്നെയാണുള്ളൂ. പിന്നെ സ്കാനിങ് സൈഡ് ഡബിൾ സൈഡ് വേണോ സിംഗിൾ സൈഡ് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. ഈ മോഡൽ സ്കാനർ ഡബിൾ സൈഡ് സ്കാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്യുക. പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് ഡോക്യുമെൻ്റ് സൈസാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഓട്ടോ ഡിറ്റക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ A4 ആക്കാവുന്നതാണ്. അതേപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ ഇമേജ് ടൈപ്പ് കളറിൽ വേണോ, ഗ്രേ സ്കെയിൽ വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണോ, അതെങ്ങനെയാണ് വേണ്ടതെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കഴിയുന്നത് നിങ്ങൾ കളർ കൊടുക്കുക. അല്ലെങ്കിൽ ഓട്ടോ ഡിറ്റക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഡാർക്ക് ആയിരിക്കും ഡോക്യുമെൻ്റ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ താഴെ റെസൊല്യൂഷനാണ്. നിങ്ങൾക്ക് ഇത്രയും റെസൊല്യൂഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. റെസൊല്യൂഷൻ കൂടുന്തോറും ഫയൽ സൈസ് കൂടും, സ്കാനിങ് സ്ലോ ആവും. റെസൊല്യൂഷൻ കുറയും തോറും ഫയൽ സൈസ് കുറയും, സ്കാനിങ് ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ താഴെ കാണുന്നത് വലിയ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് കണ്ടില്ല, ഇവിടെ ടിക്ക് ചെയ്താണ്ട് ഉപയോഗിക്കാനുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ പേജ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഒരു PDF-ൻ്റെ ഉള്ളിൽ തന്നെ 1, 2, 3 അങ്ങനെ 1 പേജുകൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ എൻ്റെ താഴെ ഇമേജ് ഫോർമാറ്റാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഇമേജ് വേണം, PDF ആണോ, ഇമേജ് JPEG ആണോ, ഏതാ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ താഴെ ഫയൽ നെയിം എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ കാണുന്നത് ഫോൾഡർ ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ആവശ്യാനുസരണം സെലക്ട് ചെയ്ത് ഏത് ഫോൾഡറാണ് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനും ഇവിടെ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫോൾഡർ, ഞാൻ ഇപ്പോൾ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ നമ്മൾ ആ സ്കാൻ ചെയ്യുന്ന ഫയൽ ആ ഒരു ഫോൾഡറിലേക്കായിരിക്കും സേവ് ആവുന്നത്. പിന്നെ അതിൻ്റെ താഴെ പ്രിവ്യൂ സ്കാൻ ചെയ്യാനില്ല. നമുക്ക് വെച്ച ഡോക്യുമെൻ്റ് ജസ്റ്റ് ഒന്ന് കാണാനുള്ള സൗകര്യം ഈ ഒരു മോഡലിലുണ്ട്. പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് വരും. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പ്രിവ്യൂ ക്ലിക്ക് ചെയ്താണ്ട് സ്കാൻ കഴിഞ്ഞാൽ വീണ്ടും ആ ഡോക്യുമെൻ്റ് വെക്കണം. എന്നിട്ട് സ്കാൻ കൊടുത്താൽ മാത്രമേ അത് സേവ് ആവുകയുള്ളൂ. പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. നമുക്ക് ഡോക്യുമെൻ്റ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്കാൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് ഡോക്യുമെൻ്റ് സേവ് ചെയ്യുകയുള്ളൂ നമ്മളെ കമ്പ്യൂട്ടറിൽ. ഇല്ലെങ്കിൽ ഒരിക്കലും പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ ജസ്റ്റ് സ്കാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്കാനിങ് നടന്ന് നമ്മുടെ ഡോക്യുമെൻറ്റ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ സേവ് ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഫയൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1 of 2 പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്കാൻ ചെയ്ത ഡോക്യുമെൻ്റ്. ഇതിൻ്റെ താഴെ ഒരു ബ്ലാങ്ക് പേജ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ സെറ്റിങ്സിൽ കണ്ടില്ലേ, എവിടെ സിംപ്ലെക്സ് ആണോ ഡ്യൂപ്ലെക്സ് ആണോ വേണ്ടത് എന്നുള്ളത്. അവിടെ നമ്മൾ ഡ്യൂപ്ലെക്സ് ആണ് സെലക്ട് ചെയ്തത്. ഞാൻ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഡബിൾ സൈഡഡ് ആണ് ഇവിടെ സെലക്ട് ചെയ്തത്. അത് സിംഗിൾ സൈഡഡ് എന്നുള്ള സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും സിംഗിൾ സൈഡ്, അതായത് ഡോക്യുമെൻറ്റിൻ്റെ പിറകു വശം ബ്ലാങ്ക് ആണെങ്കിൽ അവിടെ ഇതേപോലെ നമ്മുടെ ഫയലിൽ ബ്ലാങ്ക് പേജ് വരില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സിംഗിൾ സൈഡ് ഡ്യൂപ്ലെക്സ് സൈഡ് ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സിംഗിൾ സൈഡ് സെലക്ട് ചെയ്താണ്ട് സ്കാൻ ചെയ്താനുള്ള ഡോക്യുമെൻ്റ് കാണിച്ചു തരാം. ഫയൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു.
ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സൈസിൽ തന്നെ വ്യത്യാസം കാണാൻ സാധിക്കും. ഓപ്പൺ ആയി വരുന്നുണ്ട്. കണ്ടില്ല, ഇവിടെ 1 തന്നെ ഉള്ളൂ. നമ്മൾ സിംഗിൾ ഡോക്യുമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ബ്ലാങ്ക് പേജാണ് വെച്ചത്, അതുകൊണ്ടാണ് സ്ക്രീനിൽ ബ്ലാങ്ക് പേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡഡ് സെലക്ട് ചെയ്യാം. അല്ല, സിംഗിൾ പേജ് മാത്രമേ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പേജ് സെലക്ട് ചെയ്താൽ മതി. വെറുതെ നിങ്ങളുടെ ഡോക്യുമെൻ്റ് സൈസ് വെറുതെ കൂട്ടാൻ നിൽക്കണ്ട. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ സൈഡ് മാത്രം സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ വീണ്ടും ഡോക്യുമെൻ്റ് വെച്ചാണ് വീണ്ടും ചെയ്ത് കാണിച്ചു തരാം. ആ ഫയൽ ഓപ്പൺ ആവുകയാണ്. യെസ്, കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് എന്ത് സിംഗിൾ പേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സിംഗിൾ സൈഡും ഡബിൾ സൈഡും ഉള്ള മെയിൻ വ്യത്യാസം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.